ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് LBS BS നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ 2025 പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ, നമുക്ക് മെയ് 14, അതായത് ഇന്ന് തൊട്ട് നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരോടും പ്രത്യേകമായിട്ട് അഡ്വൈസ് ചെയ്യാനുള്ളത്, LBS മുഖേന ആപ്ലിക്കേഷൻ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ അവർ പറഞ്ഞ June 7 ആണ്. പക്ഷെ നമുക്ക് CBSE റിസൾട്ടേ വന്നിട്ടുള്ളൂ, സ്റ്റേറ്റിന് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ഇന്ന് പോയി ആപ്ലിക്കേഷൻ വെച്ചാലും June 7 ലാസ്റ്റ് ഡേ വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. June 6 പോയി ആപ്ലിക്കേഷൻ സമർപ്പിച്ചാലും അതിൽ പ്രശ്നമൊന്നുമില്ല. അതിനകത്ത് പ്രത്യേകിച്ച് നേരത്തെ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ബെനിഫിറ്റ്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ബേസിസിലാണ്. അപ്പം പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ LBSലേക്ക് ആപ്ലിക്കേഷൻ വെക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട മാനദണ്ഡങ്ങൾ, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. പ്രധാനമായിട്ട് BS നഴ്സിംഗ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലും സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ 50% സീറ്റ്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 100 സീറ്റ് ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ 50 സീറ്റ് സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസിലേക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ 100 സീറ്റുണ്ട്, 50% ബിലോങ്സ് ടു LBS. അപ്പോൾ ആ സീറ്റിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ നമ്മൾ LBS മുഖേന അപ്ലൈ ചെയ്താലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ നമുക്കൊരു സീറ്റ് ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അതുമാത്രമല്ല BS നഴ്സിംഗ് പാരാമെഡിക്കൽ മറ്റേ ടൈമിൽ ഒറ്റ ആപ്ലിക്കേഷനോടെ നമുക്ക് ചെയ്യാമെന്നൊരു പ്രൊവിഷനും ഇതിനകത്തുണ്ട് ബെനിഫിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്ത് 7th വരെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മേ ബി +2 സ്റ്റേറ്റിന്റെ ഒരു റിസൾട്ട് വരാത്തതുകൊണ്ട് മേ ബി എക്സ്റ്റൻഷൻ ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷെ നിലവിൽ June 7 വരെ പറഞ്ഞോളൂ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സോഫാർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രയർലി നമ്മൾ ചെയ്യേണ്ട എന്നാണ് പ്രോസ്പെക്ട് ഡൗൺലോഡ് ചെയ്യുക, പ്രോസ്പെക്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് അപ്ലിക്കേഷൻസ് വെക്കാൻ സാധിക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ BS നഴ്സിംഗ്, ദെൻ BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BSLP, BCVT, അതിലെ പാരാമെഡിക്കൽ സ്ട്രീംസിൽ വരുന്നതാണ്. ദെൻ BSc DT, BOT, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ദെൻ റേഡിയോതെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, സയൻസ്, മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തറ്റിക് ആൻഡ് ഓട്ടോണോമിക്സ്. സോ ഇത്രയധികം കോഴ്സുകൾ നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനോട് നമുക്ക് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, നമുക്ക് അതിന്റെ മെയിൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.lbscenter.kerala.gov.in. അപ്പോൾ ഇത് നമുക്ക് പ്രോസ്പെക്റ്റിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ അകത്തൊരു ഡ്യൂറേഷൻ ഓഫ് കോഴ്സിന്റെ കാര്യം നമ്മൾ പ്രോസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ നമുക്ക് ഒത്തിരിയധികം ആനുകൂല്യങ്ങൾ, നമുക്ക് പ്രത്യേകിച്ച് ഗവൺമെന്റ് ബേസിസിൽ ആനുകൂല്യം, കാറ്റഗറി റിസർവേഷൻ ബേസുള്ള ആനുകൂല്യം അങ്ങനെ ലഭിക്കേണ്ട കുട്ടികൾ തീർച്ചയായിട്ടും നമ്മൾ LBS മുഖേന ആപ്ലിക്കേഷൻ വെക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത്. അതിൽ നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ നമുക്ക് സീറ്റ്സ്, അതായത് ഓവറോൾ സീറ്റ്സിന് സ്റ്റേറ്റ് മെറിറ്റിൽ 50% സീറ്റ് പെർസെൻറ്റേജ് ഓഫ് സീറ്റാണ് ഓവറോൾ സ്റ്റേറ്റ് മെറിറ്റ് ബേസിസിൽ വരുന്നത്. ബാക്കിയെല്ലാം കമ്മ്യൂണിറ്റി ബേസിസിൽ നമുക്ക് വരുവാണെങ്കിൽ 30% സീറ്റ്സാണ് അതിനുവേണ്ടി റിസർവേഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ EWS കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ജനറൽ കാറ്റഗറി തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം EWS കാറ്റഗറി നിൽക്കുന്ന കുട്ടികൾക്ക് 10% സീറ്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് എയ്ഡഡ് ആൻഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് സ്റ്റേറ്റ് മെറിറ്റിൽ 60%, പിന്നെ സോഷ്യലി എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സസിലുള്ള ബിലോങ്സ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് 30%. അപ്പം നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധിതമായിട്ടും അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളുള്ള സർട്ടിഫിക്കറ്റ്സ്, ആ സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു കേസസ് പറയുവാണെങ്കിൽ അതിന് മുമ്പായിട്ട് പറഞ്ഞോട്ടെ, നമ്മൾ ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ജനറൽ കാറ്റഗറിക്ക് 800 രൂപയും SC/ST കാറ്റഗറി ബിലോങ് ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ 400 രൂപ ആപ്ലിക്കേഷൻ ഫീസും, സർവീസ് കാൻഡിഡേറ്റ് ആണെങ്കിൽ 800 രൂപയാണ് വരുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ്സിന്റെ ഒരു കേസസ് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള SLC സർട്ടിഫിക്കറ്റ്സിന്റെയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ പേജ് നമ്പർ 27 നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഏത് കാറ്റഗറി റിസർവേഷൻ, നമ്മുടെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് പ്രൂഫ് ഓഫ് നേറ്റിവിറ്റിക്ക് വേണ്ടി വെക്കേണ്ട സർട്ടിഫിക്കറ്റിനും അവരുടെ ക്ലോസ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ അതുപോലെ തന്നെ നമ്മൾ കാറ്റഗറി റിസർവേഷനിൽ പെടുന്നത്, പ്രത്യേകിച്ച് SC/ST വാട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾ ബിലോങ് ചെയ്യുന്ന റിസർവേഷൻ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ അവർ പ്രത്യേകമായിട്ട് നമ്മൾ വെക്കേണ്ട സർട്ടിഫിക്കറ്റ്സ്, അതായത് ഇപ്പം നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സബ്മിഷനുള്ള ബിലോങ് ചെയ്യുന്ന കുട്ടികളാണെന്നാണെങ്കിൽ മിനിമം 1 year വാലിഡിറ്റി പീരീഡ് ഉള്ളതായിരിക്കണം. അല്ലാതെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒരു കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൈനോറിറ്റി ബേസിസിലുള്ള ആപ്ലിക്കേഷൻസ് പ്രയർലി വെക്കുവാണെങ്കിൽ 3 വർഷം പിന്നെ കാലാവധി ഉണ്ട് ആ സർട്ടിഫിക്കറ്റിന്. അതിനിടയിലുള്ള എടുത്തിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ബേസിസ് വരികയാണെങ്കിൽ 1 year ആണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കാറ്റഗറി റിസർവേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രൊവിഷൻ വരുമ്പം ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ആയിട്ടുള്ളതാണെന്ന് ഓർക്കണം. ഇൻ കേസ് അതില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് റെഡി ആക്കിയിട്ട് വേണം
ഓൺലൈൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പഴയ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. കറക്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻസ് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ SC/ST ബിലോങ് ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റഗറി റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ട കുട്ടികളാണെങ്കിൽ അതിന്റെ ഓപ്ഷൻസിൽ ഏസ് ഓർ നോ എന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏസ് കൊടുത്തിട്ട് മൂവ് ഓൺ ചെയ്തതിന് പകരം നോ കൊടുത്തിട്ട് പിന്നീട് താഴെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കാര്യമില്ല. ഇപ്പം ഞാൻ ഇതിൻ്റെ അത് പറഞ്ഞ ഓരോ കാര്യങ്ങളും പല കുട്ടികളും മിസ്റ്റേക്ക് കാണിച്ച് അവർ പറഞ്ഞിട്ടുള്ള അങ്ങനെ അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വെക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മിസ്റ്റേക്ക് വരുത്താതെ നിൽക്കുക. അപ്പം മിസ്റ്റേക്ക് വരുത്താതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെക്കുന്ന സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കും കൃത്യമായ ഇത് പ്രധാനമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ 10th ബേസിലുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട പ്രധാനമായിട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോൺ നമ്പർ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ മെയിൽ IDs വരാറുണ്ട്. ഈ മെയിൽ IDയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും ലോഗിൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു യൂസർ IDയും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ യൂസർ IDയും പാസ്വേഡും ഒരു കാരണവശാലും നമ്മൾ അതിന്റെ ഫൈനൽ സബ്മിഷനിലേക്ക് പോകുമ്പോൾ യൂസർ IDയും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ഫെർദർ ആയിട്ട് ബാക്കി പ്രോസസ്സിലേക്ക് വന്നത്. ആദ്യമേ നമ്മൾ ജനറൽ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണ്. ഒരാൾക്ക് അറ്റ് ടൈമിൽ 1 ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റും. നമ്മൾ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ ആധാറിന്റെ നമ്പർ വെക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞു വരും. അപ്പം മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് റെക്ടിഫിക്കേഷൻസ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന മൊമെന്റ് തൊട്ട് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഫുൾ നെയിം കൊടുക്കുന്ന സമയത്ത് നമ്മൾ 10th സർട്ടിഫിക്കറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പേര് മെൻഷൻ ചെയ്യുമ്പോൾ ഒന്നും മിസ്റ്റേക്സ് വരുത്താതെ ചെയ്യുക. മെയിൽ IDയിൽ മിസ്റ്റേക്സ് വരുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെയിൽ ID ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ആയിരിക്കും. കാര്യം പിന്നീടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം ഫോണിൽ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും, റിസർവേഷൻ തന്നെയല്ല എല്ലാ കുട്ടികളും LBS മുഖേന അപ്ലൈ ചെയ്യണം. പക്ഷേ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ്ലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കിന്റെ ബേസിസിലാണ് പോകുന്നത്. അപ്പം നമുക്കിപ്പോൾ LBS മുഖേന ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 95+% മേലെ പോയിട്ടുള്ള കുട്ടികൾക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ LBS മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. LBS ആകെ കൂടി മെഡിക്കൽ കോളേജസിലേക്കും സെൽഫ് ഫിനാൻസിങ് കോളേജ് 50% ഓഫ് സീറ്റ്സിന് ആപ്ലിക്കേഷൻസ് ആണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാൻഡിഡേറ്റ്സ് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം, സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെ അസോസിയേഷനിലേക്കാണ്. പ്രിഫറബിളി PNC-മായ്ക്കും AMS-CS FNC-ക്ക് നമുക്ക് വേറെ അസോസിയേഷൻസും ഉണ്ട്. പ്രിഫറബിളി PNC-മായ്ക്കും കൂടി അപ്ലൈ ചെയ്യണം. അപ്പം LBS മാത്രം അപ്ലൈ ചെയ്തിട്ട് നിൽക്കരുത്. ഒരു 3-4 വർഷമായിട്ട്, ഒരു 10-12 വർഷം മേലെയായിട്ട് നഴ്സിംഗിൽ തന്നെ ടീച്ചിങ് എക്സ്പീരിയൻസിന്റെ ഒരു ബേസിസിൽ നമ്മൾ കറന്റ് ഒരു 5 years ആയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻസിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ച് കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നത്തെ ഒരു കാര്യം പറയുന്നത്. LBS മാത്രമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഫീസ് ഒട്ടും അഫോർഡബിൾ അല്ല എന്നൊരു സാഹചര്യമാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജസ് മാത്രം പ്രിഫർ ചെയ്തുള്ളൂ, വേറൊരു കോളേജ് കിട്ടിയാലും പോകുന്നില്ലെന്നാണെങ്കിൽ നമ്മൾ LBS മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം കേരളത്തിൽ ഏതൊരു കോളേജസിലാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി LBS പ്ലസ് ബാക്കിയുള്ള ഒരു അസോസിയേഷനിൽ കൂടി ആപ്ലിക്കേഷൻസ് വെക്കണം. പിന്നീട് അതുപോലെ തന്നെ ഒരു ഫീസിന്റെ ഒരു കേസസിലാണെന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് LBS മുഖേന കിട്ടുന്ന പറഞ്ഞാൽ ഫീസിൽ വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഫീസ് റിവിഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്, കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് കിട്ടിയാൽ മാത്രമേ ഫീസ് കുറവ് വരുന്നുള്ളൂ. സെൽഫ് ഫിനാൻസിങ് LBS മുഖേന കിട്ടിയെന്ന് പറഞ്ഞാൽ ഫീസ് റിഡക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അത് വിചാരിച്ച് അങ്ങനെ നിൽക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള അസോസിയേഷൻസ് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. പിന്നെ നമുക്ക് ഫീസ് കുറവുള്ള കോളേജ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് പ്രൊവിഷനോട് പോലെ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുന്ന കോളേജസ് ഔട്ട്സൈഡ് കേരളയിലും ഉണ്ട്. അതിൽ നമ്മൾ അപ്രൂവലുള്ള കോളേജസ് ചൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രോപ്പർ അഫിലിയേഷൻസും ടീച്ചിങ് സപ്പോർട്ട് നമ്മൾ ഏത് കോളേജിൽ കേരളത്തിൽ തന്നെ നമുക്ക് ഫെസിലിറ്റി വൈസ് കുറവുള്ള കോളേജസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ എവിടെ പഠിച്ചാലും ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും പ്രോപ്പർ അഫിലിയേഷൻ, INC റെഗുലേഷൻസ്, പ്രാക്ടിക്കൽ സൈഡ്, ടീച്ചിങ് സപ്പോർട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്ന കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് കിട്ടുന്നില്ല. കേരളത്തിന് പുറത്ത് നമുക്ക് ആപ്ലിക്കേഷൻ വെക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല കോളേജ് സോർട്ട് ചെയ്യാൻ സംശയമുള്ളവർക്ക് ഡെഫിനറ്റ്ലി എൻ്റെ മദേഴ്സ് നഴ്സിന് ഒഫീഷ്യൽ നമ്പറിൽ ചോദിക്കാം. കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ വീഡിയോസിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ തമിഴ്നാട്ടിലാണെങ്കിലും നല്ല നല്ല മെഡിക്കൽ കോളേജസിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻസ് വെക്കാം. അപ്പോൾ കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കാറ്റഗറി റിസർവേഷന് സീറ്റ് ലഭിക്കാൻ പോസിബിൾ കുട്ടികൾ കേരളം തന്നെ മൂവ് ഓൺ ചെയ്യാം. പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു, +2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സീറ്റ് ലഭ്യത കിട്ടുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കാര്യം നമുക്ക് സീറ്റിന്റെ 4-5 ഇരട്ടി മേലെ കുട്ടികളാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഹൈ മാർക്സ് ഉള്ള കുട്ടികൾക്കാണ് എപ്പോഴും കേരളത്തിൽ സീറ്റ് കിട്ടുക. എന്ന് പറഞ്ഞ് നല്ല മാർക്സ് ഉണ്ടായിട്ട് പുറത്തേക്ക് പോകണമെന്ന് ഞാൻ പറയില്ല.
പക്ഷെ ആനുകൂല്യങ്ങളുള്ള കുട്ടികൾ ഡെഫിനറ്റ്ലി LBSും അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ പ്രിഫർ ചെയ്യുന്നവരും മറ്റുള്ള അസോസിയേഷൻസും അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ LBS വന്നു, നിങ്ങൾ അതുകൊണ്ട് നാളെ തന്നെ പോയി അപ്ലൈ ചെയ്യുന്നതല്ല. ജൂൺ 7 വരെ ഉണ്ട്. എക്സ്റ്റൻഷൻ മേ ബി പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ EWS ബേസിസിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ബിലോങ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫീസിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാണെങ്കിൽ നിങ്ങൾ അത് പ്രൂവ് ചെയ്തിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് റെഡി ആക്കിയിട്ട് വേണം മൂവ് ഓൺ ചെയ്യാൻ. അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓപ്ഷൻസ് കൊണ്ട് ഇപ്പം ആനുകൂല്യം കിട്ടേണ്ട കുട്ടിയാണ്, അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് നിങ്ങൾ ഇനി റിസർവേഷൻസ് വെച്ചെടുത്തുകൊണ്ട് നോ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കറക്ഷൻസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കറക്ഷൻസ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വന്നാലും നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ നെയിം തൊട്ട് നമ്മുടെ മെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ, നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും സംതിങ് റിലേറ്റഡ് ടു ക്യാഷ് ബേസിനെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിനോട് അനുബന്ധമായിട്ടുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കണം അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തരുത്. അതൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് പ്രോസ്പെക്റ്റ് വായിക്കുക. കാറ്റഗറി റിസർവേഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി വേണം. നിങ്ങൾ ചിലപ്പോൾ അക്ഷയ വഴിയൊക്കെ ആയിരിക്കും ചെയ്യണത്. അപ്പോൾ അവർ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ബേസിസിൽ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രോസ്പെക്റ്റ് വായിച്ച് ആ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് വേണം. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ടൈം പീരീഡ് ഓഫ് പ്രിലിമിനറി രജിസ്ട്രേഷൻ ആണ് ഇപ്പം മൂവ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൺ ഓഫ് സഡൻ അല്ല, നിങ്ങൾ റിസർവേഷൻ ബേസിലുള്ള കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റ്സ് അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ്സും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻസ് വെക്കാൻ. ഓക്കെ, എനിവേ LBS ബേസ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് ഞാൻ ഇനിയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി വീഡിയോസ് നഴ്സിംഗ് ഫോക്കസ് ചെയ്ത പാരാമെഡിക്കൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പാരാമെഡിക്കൽ ബേസ് ചെയ്ത് ഒത്തിരി അനവധി നഴ്സിംഗ് ബേസ് ചെയ്ത് ഒത്തിരി അനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നഴ്സിംഗിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പോലെ കേരളത്തിന് പുറത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡൗട്ട്സും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയണം എന്നൊരു സാഹചര്യമാണ്. അത് BS നഴ്സിംഗ് ആയിട്ട് പോസ്റ്റ് BSCയോ ജനറൽ നഴ്സിംഗ് ഒക്കെയാണ് സംശയങ്ങളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മദേഴ്സിന് ഓഫീസ് നമ്പർ ചോദിക്കുക. പ്രധാനമായിട്ട് BS നഴ്സിംഗിന്റെ ഫീസിന്റെ കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഫീസ് LBS മുഖേനയാണ്, അസോസിയേഷൻ മുഖേനയാണ് ഫസ്റ്റ് ഇയർ നമ്മൾ ജോയിൻ ടൈമിൽ തന്നെ ക്ലിയർ ചെയ്യണം. ലോൺ കിട്ടിയിട്ട് അത് ഫീസ് ആയതിനു ശേഷം അടയ്ക്കുന്ന ഒരു പ്രൊവിഷൻ ഇല്ല. ഫസ്റ്റ് ഇയർ ഫീസ് നമ്മൾ റെഡിയാക്കി വെക്കുക. പിന്നീട് നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ നമുക്ക് റീഫണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഫിനാൻഷ്യലി നമ്മളത് അടയ്ക്കാനുള്ള കേപ്പബിലിറ്റീസ് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ. ഓരോ കുട്ടികൾക്ക് ഓരോ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഒത്തിരി പേര് അങ്ങനെ പ്രയാസങ്ങൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ജനറൽ നഴ്സിംഗ് നമുക്ക് ഗവൺമെന്റ് സോണിൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളതൊക്കെ. സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ GNMത്തിന്റെ ഓപ്ഷൻസ് നോക്കുകയെന്നേ ഞാൻ പറയുന്നുള്ളൂ. ചില കുട്ടികൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ആഡ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.